ട്രാവൽ വ്ലോഗാണിത്. എൻ്റെയും ഇസൂട്ടിയുടെയും ട്രാവൽ വ്ലോഗാണ്. മോനു 3 ആഴ്ച കഴിഞ്ഞിട്ട് വരും. മോനു ഇനിയിപ്പോൾ 3 ആഴ്ച ഒറ്റയ്ക്ക് അടിച്ചു വയ്ക്കാൻ പോലെ മോനു. അപ്പം വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഇത് ഇൻട്രോ എടുക്കുവാണ്. ഞാനും ഇസൂട്ടിയും കൂടെ ട്രാവൽ ചെയ്യുന്നത്. പാക്കിംഗ് വ്ലോഗൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കൊച്ചുങ്ങൾക്ക് എന്തൊക്കെയാ പാക്ക് ചെയ്യേണ്ടതെന്നും അങ്ങനത്തെ ഇതെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലാക്ക് എന്ന് അറിയാണ്ട് വന്നുപോയി. അങ്ങ് കേൾക്കാത്ത ആൾക്ക് വിട്ടാ പോരെ, എന്തിനു ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങള് പോകുന്ന ദിവസമാണ്. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. ഇന്നിവിടെ സ്നോ ആണ് പറഞ്ഞേക്കുന്നത്. സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ട്രാഫിക് അത്ര ഇതൊന്നും ഇല്ല, കുഴപ്പമില്ല. വലിയ പ്രശ്നമില്ലാത്ത സ്നോയാ. മറ്റേ മഴ പോലെ പെയ്യുന്ന സാധനം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നത്, എനിക്ക് 5 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഞാൻ നേരത്തെ പോവുകയാണ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. കാര്യം കൊച്ചിനെയും കൊണ്ടും ഇതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർത്ത് ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാനുള്ള ഫുഡ്, ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കും ഇവക്ക് വട്ടാണ്, ഇവളെന്തിനാ ഇത്രയും ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന്. അത് എൻ്റെ കൊച്ചിനെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് പോരാഞ്ഞിട്ട് ഫുഡ് ഇനി എടുത്ത് അവിടെ നാട്ടിൽ ചെന്നിട്ടും കഴിക്കാമല്ലോ ഇൻ കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവളെങ്ങാനും ഫ്ലൈറ്റിലെ ഫുഡ് മതിയാവാണ്ട് ചോദിച്ച് കരഞ്ഞ്, പിന്നെ എയർപോർട്ടിൽ ഇരുന്നിട്ടും വിശന്നിട്ട് കരഞ്ഞ് എൻ്റെ കയ്യിലൊന്നും കൊടുക്കാനില്ലാത്ത ഒരവസ്ഥ വരരുത്. ഞാൻ അതിന് പ്രിപ്പയർഡ് ആവാനാണ് എൻ്റെ കൈ കിട്ടിയ ഫുഡ് എല്ലാം, ഇവൾക്ക് സാധാരണ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ഗൂഗിളിലും ഇതിലൊക്കെ എമിറേറ്റ്സിൻ്റെ ഇതിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഈ കൊച്ചുങ്ങളുടെ ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുപോവാം, ലിക്വിഡ് ആണെങ്കിലും എല്ലാം കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ലിക്വിഡ് ഐറ്റംസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നമ്മുടെ ഫ്ലേവേർഡ് യോഗർട്ട് എടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് അത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും മോനു. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞ കൊച്ചുങ്ങൾക്ക് ഫ്ലൈറ്റിലെ ഫുഡ് ഒരിക്കലും ഇനഫ് അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഇവളെയും കൊണ്ട് ഇപ്പൊ മൊത്തം എല്ലാം കൂടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലോങ് ഫ്ലൈറ്റ് ഒരു 12 അത്രയും മണിക്കൂർ എന്താണ്ടേ വരുന്നുള്ളൂ. പക്ഷേ അത് ഞാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് യു എസിൽ ബോസ്റ്റൺ എയർപോർട്ടിൽ, അവിടുന്ന് ദുബായിൽ പോവും. ദുബായിൽ നിന്ന് കൊച്ചി, 2 കണക്ഷനിലാണ് ഞാൻ പോകുന്നത്. അപ്പം പക്ഷേ ലേ ഓവർ ഒന്നും ഇല്ല. എല്ലാം 2.75-3 മണിക്കൂർ ഗ്യാപ്പിൽ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. അവരടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് അടുത്തടുത്തേക്ക് നേരെ പോവുകയാണ്. പെട്ടി ഒന്നും എടുത്തു നോക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ അതാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇത്രയും സമയം ഉണ്ടല്ലോ, ഇവളെയും കൊണ്ട് ഞാൻ പോകണ്ടല്ലോ. അപ്പോൾ അതിൽ ഫ്ലൈറ്റിലിരുന്ന് കൊടുക്കാനാണേലും എയർപോർട്ടിൽ നിന്നാണേലും ഒക്കെ നമുക്ക് ഫുഡ് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, വേറെ എന്താ ഉള്ളത്? പിന്നെ പെട്ടീൻ്റെ എല്ലാവരും കണ്ടല്ലേ. ഇസൂട്ടിയുടെ പെട്ടി ആക്ച്വലി ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇസൂട്ടി ഉറങ്ങി പോയി. ഇസൂട്ടിയുടെ ഇന്ന് രാവിലെ കുഞ്ഞേച്ചി നേരത്തെ വന്നായിരുന്നു. അപ്പം അത് കാരണം നേരത്തെ അങ്ങ് എണീറ്റോള്. അപ്പം ഇസൂട്ടിയുടെ 23 ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പേ കൊണ്ടുവന്നുള്ളൂ. കാര്യം എല്ലാം കൂടെ എടുത്തു വെക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം എൻ്റെ 23 ഞങ്ങളുടെ 2 പേരുടെ 7, പിന്നെ ഇസൂട്ടിയുടെ പേഴ്സണൽ ബാഗും എൻ്റെ ലാപ്ടോപ്പ് ബാഗും, ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൽ എൻ്റെ ഇസൂട്ടിയുടെ 7 എൻ്റെ പേഴ്സണൽ ബാഗും എൻ്റെ ലാപ്ടോപ്പ് ബാഗുമാണ് നമ്മൾ കൈ പിടിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കയറ്റി വിടാനാണ്, ചെക്ക് ഇൻ ചെയ്ത് വിടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. കാര്യം ഓൾറെഡി ഈ വ്ലോഗ് മിക്കവാറും ലോങ് ആയിരിക്കും, അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ടയേർഡാണ്, എനിക്ക് ഇവളെയും കൊണ്ട് എടുക്കാനായിട്ടുള്ള ഒരു സന്ദർഭം ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വ്ലോഗ് എടുത്തില്ല എന്ന് വരും. പക്ഷെ ഞാൻ എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക എടുക്കാൻ. എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുക, എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെ നടന്നു എന്നുള്ളത്. ഇപ്പോൾ ബാഗ് വെക്കുന്നിടത്തൊന്നും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതൊന്നും കാണിച്ചു തരാൻ എനിക്ക് പറ്റൂല. സെക്യൂരിറ്റി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ എന്തായാലും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയായിരുന്നു പ്രൊസീജിയർ എന്നുള്ളത് ഞങ്ങൾ ഗേറ്റിൽ വന്നിരിക്കുമ്പോൾ എന്തായാലും സമയമുണ്ട്, ഇവിടുന്ന് സമയമുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മോന് വിഷമമുണ്ടോ? ചുമ്മാതാണ് ഗൈസ്. വ്യാഴാഴ്ച തുടങ്ങിയത്, ഞങ്ങൾ ശനിയാഴ്ചയൊക്കെ തന്നെ. വ്യാഴാഴ്ച തൊട്ട് ആള് സൈലന്റാ, വർത്താനമൊന്നുമില്ല, സൈലന്റാ. എന്നെ മിസ് ചെയ്യത്തില്ലായിരിക്കും, കൊച്ചിനെ മിസ് ചെയ്യായിരിക്കും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.
ഹായ് വെറുതെ. ഹായ്. ജഗൽ എയർപോർട്ടിലാന്ന് പറ. അപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഈ ബാഗേജ് ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടന്നു. അത് മതിയോ? ഇനി എന്താ വേണ്ടേ? ചപ്പാത്തി വേണോ? എന്ത് ഫുഡ്? എന്തേലും ഫുഡോ? ചപ്പാത്തി വേണോ? മുട്ടായി വേണോ? ഓക്കെ. ഇനിയിപ്പോൾ അതൊക്കെ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ചിരിക്കല്ലേ അടിക്കാൻ തരും. കിസൂട്ടിന് കോള് തരാ എടുക്കുക. അമ്മ എടുക്കുക. അതവിടെ വെക്കും. അവിടെ വെക്കും കൂട്ടാ. ഇതിനിടയ്ക്ക് വേണ്ടല്ലേ? ഇത് മതിയാ? ഞാൻ ഇവയ്ക്ക് മുട്ടായി ഒന്ന് എടുത്തു കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ സെക്യൂരിറ്റി പരിപാടി ആദ്യം ബാഗേജ് ചെക്കിൻ അവിടെ ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മറ്റേ കിയോസ്കെ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചെയ്യാൻ നോക്കിയപ്പം ഇന്ത്യൻ വിസയുടെ നമ്പർ കാണിക്കുക എനിക്ക്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് സിസ്റ്റത്തിൻ്റെ എന്തോ എററായിരുന്നു. വേറൊരു പുള്ളിക്കാരി വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വിട്ടു. ഡയറക്റ്റ് ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവിടെ ഒരു നല്ല പുള്ളിക്കാരിയായിരുന്നു. പിന്നെ ഇവളാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ചിരിച്ച് വളയ്ക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ ചോദിച്ച് ഇതായിരുന്നു, കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമുക്ക് സീറ്റൊക്കെ തന്നു, ബോർഡിംഗ് പാസ് തന്നു. ബാഗേജ് നമ്മൾ വീട്ടിൽ നിന്ന് നോക്കി കറക്റ്റ് ആ സാധനത്തിൻ്റെ അതേ വെയിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വലിയ 2 ബാഗും ഇസൂട്ടിയുടെ കുഞ്ഞ് 7 kg കയറ്റി വിട്ടു. ഒരു 7 kg പേഴ്സണൽ ബാഗും ലാപ്ടോപ്പ് ബാഗും നമ്മൾ കീപ്പ് ചെയ്തേക്കുക. പിന്നെ 3 ബോർഡിംഗ് പാസും കിട്ടി. ലഗേജ് ഇനി കൊച്ചിയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 മണിയായിട്ടേ ഉള്ളൂ. എനിക്ക് 4:30 എന്ത് ആ മിഠായി തീർന്നു. ഇനി നമുക്ക് മറ്റേ ഇത് തരട്ടെ, ലോലിപോപ്പ് ലവിൻ്റെ എല്ലാം സെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മൾ പൊട്ടിച്ച് തരാവേ. ഓക്കെ. അപ്പം ഇസൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എയർപോർട്ടിൽ വന്ന് കയറിയിട്ട് മോന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഗേജിൻ്റെ സാധനം ഉള്ളിൽ ആക്കി തന്നു. മോന് ഉള്ളിൽ കയറി കാർ എമർജൻസി ഇട്ടിട്ട് ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കാറിൻ്റെ ആ ഏരിയയിലൊക്കെ ഭയങ്കര കാലി അടിച്ചിടക്കുമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് മോന് അകത്ത് കയറി വന്നിട്ട് മോന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് പോയി കഴിഞ്ഞപ്പം പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, അപ്പ എവിടെ പോന്ന് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അപ്പം വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ വരുമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എടുക്കാനൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ നടക്കുമായിരുന്നു. ഭയങ്കര എല്ലാം ഇങ്ങനെ കാഴ്ച കണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പം നമ്മൾ ബാഗേജ് ചെയ്ത് കഴിഞ്ഞിട്ട് US-ൻ്റെ കസ്റ്റംസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കുറേ പേരുടെ അടുത്ത് കളയണ്ടായിരുന്നു. പക്ഷേ 2 years and under ആണെന്നുണ്ടെങ്കിൽ വെള്ളം അലൗഡാണ്. അപ്പോൾ ഇവളുടെ വാട്ടർ ബോട്ടിൽ എടുത്തോളം അവൾ പറഞ്ഞു. അപ്പോൾ വെള്ളം എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അവരെന്തെങ്കിലും പിന്നെ സെക്യൂരിറ്റീൻ്റെ അവിടെ സാധാരണ എപ്പോഴും ഉള്ള പോലെ തന്നെ യൂഷ്വൽ ചടങ്ങുകളുണ്ടായിരുന്നു. ഷൂസ്, എൻ്റെയും കൊച്ചിൻ്റെയും ഷൂസ് ഊരണമായിരുന്നു, വാച്ച് ഊരണമായിരുന്നു. പിന്നെ ലാപ്ടോപ്പ് പുറത്തെടുത്ത് വെച്ചു, DJ എടുത്ത് പുറത്ത് വെച്ചു. വാച്ച് ദേണ്ട അടിയിലുണ്ട്. എന്താ
എല്ലാ പിന്നെന്തുവാ വാട്ടർ ബോട്ടിൽ വെച്ചു. വേറെ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയോ എടുത്ത് പുറത്ത് വെപ്പിച്ചായിരുന്നു. അത്രേ ഉള്ളായിരുന്നു തോന്നുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം പുറത്ത് വെച്ചു. സെക്യൂരിറ്റി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പക്ഷേ അത് സെക്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം US-ൻ്റെ ഇമിഗ്രേഷൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ഇച്ചിരി നേരം ക്യൂ നിൽക്കാനുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ക്യൂ ആയിരുന്നു. അവിടെയും ബോർഡർ ഓഫീസർ ചോദിച്ചു ഫുഡ് ഐറ്റംസ് വല്ലതും ഉണ്ടോ, ഫ്രൂട്ട്സ്, മീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം കസ്റ്റംസിൻ്റെ അവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് മീറ്റ്സ് ഒക്കെ ഉണ്ടോ, ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ല ഇത് തീരട്ടെ ഇല്ലെങ്കിൽ കേൾക്കില്ല. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സാണെന്നുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്ട്രോബെറി, ഗ്രേപ്സ്, പിയർ, ആപ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പിയർ ഉണ്ട്. സിട്രസ് വല്ലതും ഉണ്ടോ, ഞാൻ പറഞ്ഞു ഓറഞ്ച് ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് കൊച്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് കൊച്ചിൻ്റെ പാസ്പോർട്ട് മാത്രം മേടിച്ചു, എൻ്റെ ഫോട്ടോയും എടുത്തു. ചാച്ചാച്ച വിളിക്കുന്നുണ്ട് നോക്കട്ടെ. ഹായ് ഗൈസ്, അപ്പം വീട്ടിൽ നിന്ന് വിളിക്കുമായിരുന്നു. അമ്മച്ചിയും അച്ചാച്ചനും ഡെലിനെയും എല്ലാവരും കൂടെ വിളിക്കുമായിരുന്നു. കുഞ്ഞേച്ചിയുടെ ഫ്ലൈറ്റ് റൺവേ ഐസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഡിലേഡാ. അത് വൃത്തിയാക്കുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 2 മണിയായതേ ഉള്ളൂ. ഇനി 4:30 മണി വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറേ സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോന് വീടെത്തിയെന്ന് തോന്നുന്നു. മെസ്സേജ് വന്നു. കുഞ്ഞേച്ചിയുടെയും ഓക്കേടാ ഫ്ലൈറ്റ് എടുക്കുക. മോന് വീടെത്തി. ഓക്കെ, അപ്പം കുഞ്ഞേച്ചീനെ ഇനി നമ്മൾ ദുബായിൽ നിന്ന് കാണും. വിളിക്കാം. ഓക്കെ, അപ്പം ഇസൂട്ടൻ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പിയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു റെഡിയായിട്ട് ഇപ്പോൾ ഗ്രിഞ്ച് കണ്ടുകൊണ്ടിരിക്കുക. പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആളാണ്. സാൻഡേനെക്കാട്ടി ഇഷ്ടമാണ് ഗ്രിഞ്ച്. അപ്പം ഗ്രിഞ്ചിൻ്റെ ഒരു പടമുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഞാനപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെയ്യണ്ടേ, എൻ്റെ മറ്റേ ഫോണിൽ അത് കണ്ടുകൊണ്ടിരിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. വേറെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഒന്നും കാണിക്കാൻ ഉണ്ടാവില്ലായിരിക്കും. ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് എടുക്കത്തോളായിരിക്കും. അറിയത്തില്ല, നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ബൈ. അതെടുക്കണ്ട അത് പോട്ടെ. നേരെ പിടിക്കുക, വീഴും. അറിയത്തില്ല, അമ്മ കണ്ടില്ല. അമ്മ കണ്ടില്ലടാ. ജ്യൂസ് ഇഷ്ടായോ? ഞങ്ങൾ എയർപോർട്ടിൽ കൂടെ തേരാപ്പാര നടക്കുക, കണ്ടെടുത്തൊന്നും ഇല്ലാണ്ട് നടക്കുക. ജ്യൂസ് മേടിച്ച് കുടിക്കുക പെണ്ണ്. നടക്ക്. ആള് ജ്യൂസും കുടിച്ച് നടക്കുക. ജ്യൂസ് കയ്യിലിരിക്കുന്നതുകൊണ്ട് പതുക്കെയാണ് നടക്കുന്നത്. ആ കടയിലുണ്ടോ കോഫിയാ? കോഫി അമ്മയ്ക്ക് വേണ്ടടാ. എന്താ സുട്ടി? ഹായ് പറഞ്ഞാ സുട്ട തിരിച്ചു ഹായ് പറഞ്ഞാ. സുട്ട ഇങ്ങോട്ട് നോക്കേ, ഹായ് പറയൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തേരാപ്പാര. സുട്ട നമുക്ക് തിരിഞ്ഞു നടക്കാം, വാ. തേര എന്തി വാ. അമ്മയുടെ പുറകിലോ സുട്ടാ. ഇങ്ങോട്ട് അവിടെ കൊള്ളത്തില്ല. വണ്ടി
വണ്ടി വരുന്നു, മാറിയില്ല, സൈഡിലോട്ട് മാറി. ഇങ്ങോട്ട് വാ. അവിടെ അല്ല, നമുക്ക് അവിടെയാ നമ്മുടെ പ്ലെയിൻ അവിടെയാ. ഗൈസ് വരുന്നില്ല ഗൈസ്. ഓക്കെ, അങ്ങോട്ട് കുറച്ച് നേരം. അതെ, കുറച്ച് നേരം നമ്മളവിടെ തന്നെ ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. ഈ സൂട്ടന് ഈ കൊച്ചുങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ പേരും പറഞ്ഞിട്ട് നമുക്ക് കുറേ ഫുഡ് കൊണ്ടുവരാം, അത് നമുക്ക് തിന്നാം. അതുകൊണ്ട് എനിക്ക് വിശന്നിരിക്കുകയായിരുന്നു, ഉച്ചയ്ക്കൊക്കെ ഒന്നും കഴിച്ചില്ലല്ലോ. ഈ സൂട്ടൻ്റെ പിയറും കേക്കും എല്ലാം എടുത്ത് കഴിച്ചു. നോക്ക് ഫുഡ് കഴിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു, എല്ലാവരെയും വിളിച്ചു, അപ്ഡേറ്റ് ചെയ്തു കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. അപ്പം ഞാൻ ഇനി അടുത്ത കയറുമ്പോൾ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുള്ളിക്കാരി എയർപോർട്ടിലെത്തിയിട്ട് ഫുൾ ഓണായിരുന്നു. എല്ലാം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ ഇരിക്കാൻ ഞാൻ തന്നെയാണ്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ തന്നെയാണ് അവളെയും പൊക്കി നടക്കാമെന്നും പറഞ്ഞിട്ട് പോയത്. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ എനർജി തീർക്കാമെന്നും പറഞ്ഞിട്ട് നടക്കാൻ പോയതാണ്. പക്ഷേ പോകുന്ന വഴിക്ക് ബൂസ്റ്റർ ജ്യൂസിൻ്റെ കട കണ്ടിട്ട് അവിടുന്ന് മാംഗോ ജ്യൂസ്, അത് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിയുടെ കയ്യിൽ ടിം ഹോട്ടൻസിൻ്റെ കപ്പ് കോഫി ഇതിരിക്കുന്ന കണ്ടിട്ട് അവിടുന്ന് ടിംബിറ്റ്സ് വേണമെന്നും പറഞ്ഞിട്ട് ബഹളായി. അതാണിപ്പം കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ ശരിക്കും ബോർഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല, അത് കാരണം എല്ലാവരും ക്യൂ നിൽക്കുവാണ്. ഇപ്പോൾ ഒരു പുള്ളിക്കാരി പുറകെ വന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. കൊച്ചുങ്ങളുള്ളതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി കിട്ടും, നമുക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാം. അതാണ് വേറൊരു ഗുണം കൊച്ചുങ്ങളുള്ളതിൻ്റെ. പിന്നെ പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡിലേ ആയി. എന്ന് വെച്ചാൽ 5 മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് 5:30 ആയപ്പോൾ 5:45 ആയപ്പോൾ എന്താണ് നമുക്ക് കയറിയത് തന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത്. അതിനുശേഷം പിന്നെ ഒരു അരമണിക്കൂറിലെങ്കിലും നമ്മൾ അവിടുത്തെ റൺവേ കിടന്നിട്ട് കറങ്ങിയിട്ടുണ്ടാവും. റൺവേ കിടന്ന് കറങ്ങി അതിന് ശേഷമാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ഈ ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര കുഞ്ഞ് ഫ്ലൈറ്റായിരുന്നു. 2 റോ വെച്ച് ഇതുള്ള സീറ്റ്, അതിൻ്റെ 2 റോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കുഞ്ഞ് ഫ്ലൈറ്റായിരുന്നു. ശരിക്കും എൻ്റെ ടിക്കറ്റിൽ 1.25 മണിക്കൂറായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. 5 മണിക്ക് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ടാണ് എടുത്തത്. 7:15 ഞങ്ങൾ ബോസ്റ്റൺ എയർപോർട്ട് എത്തിയായിരുന്നു. ഞങ്ങൾ പക്ഷേ ഫ്ലൈറ്റിൽ കയറിയിട്ട് റൺവേയിൽ കിടന്നിട്ട് ഒരു അരമണിക്കൂറോളം കിടന്ന് കറങ്ങി, എന്നിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തത്. ഇത് കണ്ടില്ലേ, നമ്മൾ ഫ്ലൈറ്റ് കയറിയതിന് ശേഷമായിരുന്നു ഇങ്ങനത്തെ പരിപാടികളൊക്കെ, എന്താണ്ട് വാഷ് ചെയ്യുന്ന പരിപാടി അങ്ങനെ എന്താണ്ടൊക്കെ നടക്കണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത്.
ഇത് കറക്റ്റ് ടേക്ക് ഓഫിൻ്റെ ടൈമിലുള്ള വീഡിയോ ആയിരുന്നു. അവൾക്ക് മിക്ക പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ചെവിയിലൊരു വേദന വരില്ലേ ഊതി അടച്ചിട്ട്. അപ്പം പിള്ളേരെല്ലാം കരച്ചിലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. ഞാൻ അടുത്ത ഫ്ലൈറ്റിലും വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ്ങിലും ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദുബായിലൊന്നും അവൾ ഞാൻ ഇതൊന്നും വരരുതല്ലേ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹെഡ്ഫോണും ലോലിപോപ്പും ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിരുന്നത്. പക്ഷെ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ദുബായിൽ നിന്നൊന്നും അവൾ ഇതൊന്നും വെക്കാണ്ട് പോലും അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് US എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബോസ്റ്റൺ ടെർമിനൽ ബിയിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടുന്ന് വേണ്ടേ ടെർമിനൽ ഇയിലോട്ട് നടക്കുകയാണ് നമ്മൾ. ഞാനങ്ങ് ഇയിലെത്തി നമ്മുടെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റായതിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. നടക്ക്. ഏത് അതാരാത്? ബിഞ്ചാണോ? ഒരു ഹായ് പറയോ? ഹായ് ഗായ്സ്. ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിന്നോടാ ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു? വിസുട്ടിന് ഇഷ്ടമായോ? എന്നാ വാ വേഗം നമുക്ക് അടുത്ത പ്ലെയിനിൽ കയറാം. അതാരാത്? തൊടല്ലേ വാ വേഗം അടുത്ത പ്ലെയിനിൽ കയറാം. വാ ഓടിയാ. Hi guys. ആള് തകർത്ത എനർജിയില്ല, ഫുൾ ഓട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ പറയാം. ടെർമിനൽ ഇയിലൊന്ന് എത്തിക്കോട്ടെ. ഞങ്ങൾ ബിയിലാണ് ഇറങ്ങിയത്. ടെർമിനൽ ബിന്ന് ടെർമിനൽ ഇയിലേക്കുള്ള ഒരു നടത്തം, അത് വല്ലാത്തൊരു നടത്തമായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ച് ഒരു സമയം പോലും എന്നെ എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 7:15 ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ടെർമിനൽ ഇയിലെത്തി. ഒരു സീറ്റിലിരുന്നപ്പോൾ 8 മണിയായി. അത്രയും സമയം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും എടുത്തില്ല. ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ ഇടയ്ക്ക് നടത്തിയെന്നല്ലാണ്ട് നടത്തതിൽ ഒരു ഗ്യാപ്പും എടുത്തിട്ടില്ലായിരുന്നു ഞങ്ങൾ. അത്രയും ലോങ് നടത്തുമായിരുന്നു. ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് പറ്റിയില്ല. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഇവർക്ക് കഴിക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ ബോർഡിങ് ടൈമായി. ലിഫ്റ്റിലാണോ? കഴിഞ്ഞ അമ്മയും കഴിഞ്ഞു. ലെവൽ 3ലാണ് ഈ ഉള്ളത്. ഞങ്ങൾ ലെവൽ 2 ഈയിലോട്ട്. ആരാ അവിടെ വിളിച്ചളിക്കുന്നത്? ബോസ്റ്റൺ വരെയുള്ള ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നടത്തം എൻ്റെ കൊച്ച് ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ഒട്ടും എടുക്കാൻ പറഞ്ഞിട്ട് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പം ഞങ്ങളിതേ നടന്നെത്തിയപ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള ബോർഡിങ് ടൈമായി. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഒന്നും പറയാനും എടുക്കാനും ഞങ്ങൾക്ക് ഒന്നും പറയാൻ സമയം കിട്ടില്ല. പെട്ടെന്നായിരുന്നു ചെക്ക് ഇൻ. 10:10 ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ നേരത്തെ ഫാമിലി കിഡ്സ് ഉള്ളതുകൊണ്ട് നേരത്തെ കയറിക്കോളാൻ പറഞ്ഞു അവർ. അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം.
ഇവിടെ ആണെങ്കിൽ ഒരാൾ കണ്ട ബട്ടൺ എല്ലാം പിടിച്ച് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാൻ ഗെയിമൊക്കെ ഉണ്ട് ഈ സാധനത്തിനകത്ത്. അപ്പോൾ അതെല്ലാം പിടിച്ച് മുട്ടുകുത്തിയൊക്കെ ഇരുന്നിട്ട് മുട്ടുകുത്തി ഇരുന്നിട്ട് ഫുള്ള് ക്ലിക്ക് ചെയ്യുക. ഉറക്കം തൂങ്ങിയിരുന്ന ആൾ അതിൻ്റെ അകത്ത് വന്ന് കയറിയതോടെ ഫുൾ ഓണായി. അപ്പോൾ ഇപ്പോൾ എടുക്കുമായിരിക്കും. എല്ലാം ബോർഡിങ് എല്ലാം കഴിഞ്ഞു, പെട്ടിയെല്ലാം വെച്ചു. നല്ല ഫ്ലൈറ്റാണ്. ആദ്യത്തെ ഫ്ലൈറ്റ് കുറച്ച് കുഞ്ഞതായിരുന്നു, കാര്യം 1.5 മണിക്കൂർ ട്രാവലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുഞ്ഞ് ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്തേ ഹെഡ്ഫോണും പുതപ്പും നൈറ്റ് ഫ്ലൈറ്റ് ആണല്ലോ, അതുകൊണ്ട് എല്ലാ അങ്ങനത്തെ സാധന സാമഗ്രികളെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കണ്ടോന്ന് അറിയത്തില്ല, കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തോളാം. എന്നിട്ട് ഹായ് പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, അമ്മ ദൂരം. അപ്പം ഇവിടെ ആള് ഇതിനകത്ത് എൻഗേജ്ഡായി. വേറെ ഗെയിമും സാധനങ്ങളൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഹെഡ്ഫോണും കിട്ടി. അത് കിട്ടിയപ്പോൾ അതും വെച്ച് എന്നെ പഠിപ്പിച്ചു തരുക ഇതെങ്ങനെയാണ് വെക്കണ്ടേന്നുള്ളത്. നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ദുബായ് എത്തിയിട്ടാണ്. ഇത് ഞങ്ങളുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ നിന്ന് അവർ ചെയ്തു തന്നതാണ്. ഞാൻ വിസൂട്ടിയും കൂടെ ഫ്ലൈറ്റിലിരിക്കുന്ന ഫോട്ടോ എടുത്ത് അപ്പം തന്നെ മറ്റേ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ ആക്കി തരും. വിസൂട്ടിക്ക് എല്ലാ ഫ്ലൈറ്റിൽ നിന്നും ടോയ്സും കിട്ടിയായിരുന്നു. അപ്പോൾ അതേ പുള്ളിക്കാരി സെറ്റാണ്. പുള്ളിക്കാരി ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേ ഉറങ്ങിപ്പോയായിരുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ ഫുഡാണ്, ആദ്യത്തെ സെറ്റ് ഓഫ് ഫുഡ്. ഇത് ഫുള്ള് ഞാൻ ഫിനിഷ് ചെയ്തു. ഈ സൂട്ടിടേന്നും ഞാൻ കുറേ അടിച്ചു മാറ്റി തിന്നു, നക്കി വടിച്ചാണ് കൊടുത്തത്. 2 ഫുഡായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തായിരുന്നു. നോൺ വെജ് ആയിരുന്നു എല്ലാം ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ കാണിക്കുന്നത് ഈ ഫ്ലൈറ്റിൻ്റെ മേളിലുണ്ടായിരുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രാത്രി ഫ്ലൈറ്റ് ആയതുകൊണ്ട് സ്റ്റാർസ് മിന്നുന്ന പോലെ ഇങ്ങനെ മിന്നുണ്ടായിരുന്നു. ഇത് ദേ ഇസൂട്ടൻ പോത്ത് പോലെ നീണ്ടു നിവർന്നിരുന്ന് ഉറങ്ങുവാണ് എൻ്റെ മടിയിൽ. 12 മണിക്കൂർ എന്തോ അവൾ ഉറങ്ങി. ഇത് ദേ രാവിലെ ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് ഒരു 1.25 മണിക്കൂർ മുന്നേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അത് ഇസൂട്ടൻ്റെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അവൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതിലെ സോസേജും മഷ്റൂമും മാത്രമാണ് കഴിച്ചത്. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കഴിച്ചത്. എനിക്കതിൽ അഭിമാനമുണ്ട്. പിന്നെ ദേ ഇത് നമ്മളുടെ ദുബായ് വ്യൂ. ഇത് കണ്ടിട്ട് എടുക്കാണ്ടിരിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പാം ഐലൻഡൊക്കെ കണ്ടു. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലോങ് യാത്ര കഴിഞ്ഞ് 12 മണിക്കൂറത്തെ ഇത് കഴിഞ്ഞിട്ട് ദേ ദുബായ് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത കണക്ഷൻ്റെ ഗേറ്റിലോട്ട് പോവുക. കുഞ്ഞേച്ചി അവിടെ ഉണ്ടാവുമായിരിക്കും. ഞാൻ നെറ്റൊന്നും കണക്ട് ചെയ്ത് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. സുനെ കാണിച്ചു തരാം. സോ ഒരു ഹായ് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഗേറ്റിലെത്തിയിട്ട് കാണിക്കാം. സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഗേറ്റിലോട്ട് പോവുക. കുഞ്ഞേച്ചീനെ കണ്ട് ഇവിടെ ഗേറ്റിലെത്തി വെയിറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്നതാണ്. കുഞ്ഞേച്ചി അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉടനെ തന്നെ ബോർഡ് ചെയ്യും. 4 മണിക്കൂർ ഇവിടുന്ന്. ഇരിക്കുന്നു കുഞ്ഞേച്ചി, അങ്ങറ്റം സുട്ടിയും കുഞ്ഞേച്ചി. കുഞ്ഞേച്ചീനെ കണ്ടപ്പോൾ അടവ് മോഡ് ഓണാക്കിയതാണ് ദേ ഈ കാണുന്നത്. പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് വാഷ്റൂം പോയി വന്നപ്പോഴത്തേക്കും ദേ ഞങ്ങളുടെ ബോർഡിങ് ആയി. ഫാമിലി ആയതുകൊണ്ട് അവർ നേരത്തെ ബോർഡ് ചെയ്യിപ്പിക്കും. പിന്നെ ദേ ഫ്ലൈറ്റിൽ കയറി ഗ്രിഞ്ചാണോ മൊഹാനയാണോ ഏതോ ഒന്ന് കണ്ട് അതവിടെ സെറ്റായി. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂറും 10 മിനിറ്റും അതോടെ കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി എത്തി. നമ്മൾ ഫ്ലൈറ്റിൽ കയറി, ലാസ്റ്റ് ഫ്ലൈറ്റ്. ഇനി ഒരു 4 മണിക്കൂറോടെ കഴിഞ്ഞാൽ നടത്തി. ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. ഒരു എയർപോർട്ടിലും അധികം വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് കയറി. അത് നല്ലതായിരുന്നു. കുഞ്ഞേച്ചി ദേ 2 റോ അപ്പുറമാണ് കുഞ്ഞേച്ചി. ഞാനിവിടെ ഇരിക്കുന്നു, എൻ്റെ 2 റോയുടെ ഫ്രണ്ടിൽ സെയിം പൊസിഷനിൽ കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിയുടെ നടുക്കത്തെ ഒരു സീറ്റ് ഫ്രീയാണ്. അപ്പം ഫ്ലൈറ്റ് എടുത്ത് കഴിയുമ്പം
നോക്കട്ടെ സൂട്ടിനെ അങ്ങോട്ടേക്ക് പാക്ക് ചെയ്യാൻ പറ്റുമോ. പിന്നെ എൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ ലാസ്റ്റ് 3 row സീറ്റാണ്. അതിൻ്റെ ലാസ്റ്റ് സീറ്റും ഫ്രീ. അവിടെ ആരെങ്കിലും വരുന്നില്ലെങ്കിൽ ദിനേശിന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഓക്കെ, നാളെ എത്തിയിട്ട് ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി കേരളം എത്തി. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചി എത്തി ഗായ്സ്. അത് വേറൊരു ഫീല് തന്നെയാണ്. നമ്മൾ പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഇസുവിനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊച്ചി എത്തിയിട്ടും ഇസു പറയായിരുന്നു നമുക്കിനി അടുത്ത പ്ലെയിനിൽ കയറാമെന്ന്. ആ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ചെക്കിങ് ആയാലും US-ലൊന്നും സെക്യൂരിറ്റിയേ ഉണ്ടായിരുന്നില്ല. ആകെ ബുദ്ധിമുട്ട് കൊച്ചിയിൽ വന്നിറങ്ങിയപ്പം ചൂടത്ത് വൻ ക്യൂ ആയിരുന്നു ഇമിഗ്രേഷൻ. പക്ഷേ അവിടെയും നമുക്ക് കുഞ്ഞുണ്ടായ കാരണം ഇമിഗ്രേഷൻ ഓഫീസർ നമ്മളെ കൈ കാണിച്ച് വിളിച്ചു. നമ്മൾ ബോർഡ് കണ്ടില്ല, വായിച്ചില്ല. കൈ കാണിച്ച് ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കയറി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോന്നു. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ചിലപ്പം വേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും സ്മൂത്തായിട്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പോയത്. അപ്പോൾ നമ്മളിതേ വീട്ടിലോട്ട് കയറുവാണ്. ഇനിയിപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത് മോനുൻ്റെ ചൈൽഡ്ഹുഡ് ചങ്ക്സ് ആണ് 2 പേര്. അതിൻ്റെ റീൽസൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് എത്തി കയറുവാണ്. ബാക്കി ഇനി നാട്ടിൽ കാണാം. ടാറ്റാ ബൈ.